നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അറ്റോമിയിൽ ജോയിൻ ചെയ്ത പലർക്കും ഇപ്പോഴും അറ്റോമിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ കൃത്യമായി ഉപയോഗിക്കുവാൻ അറിയുന്നില്ല എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായതിനാലാണ് ഈ വീഡിയോ തയ്യാറാക്കി ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നും അറ്റോമി ഒഫീഷ്യൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഐഡിയും പാസ്വേഡും കൊടുത്താൽ നമുക്ക് ആദ്യം കിട്ടുന്നത് കൊറിയൻ സൈറ്റാണ്. അത് ഭാഷ മാറ്റുന്ന വിധമൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടി അത് കാണുക. അങ്ങനെ ഭാഷ മാറ്റിയ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ലോഗിൻ പാസ്വേഡും ഐഡിയും കൊടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ ഞാനൊന്ന് വിശദീകരിക്കാം. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇത് യു എസ് എയുടെ ചാനലായതുകൊണ്ട് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസുകളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത്. അത് അനൗൺസ്മെൻ്റ് എന്നുള്ള ആ ഭാഗമൊക്കെ അവരുടെ മീറ്റിങ്ങുകൾ, അവരുടെ ഷെഡ്യൂളുകൾ, ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ആപ്ലിക്കേഷൻ വരുമ്പോഴും തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഷോപ്പിംഗ് മാൾ എന്ന ആ നീല ഏരിയയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയിൽ ലഭിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസും അതിൻ്റെ ഡോളർ വില നിലവാരവും കൊടുക്കും. നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ചെയ്യുന്നത് പോലെ തന്നെ കാർട്ടുണ്ട്, അതിൻ്റെ വിലയുണ്ട്. അത് അതേ രീതിയിൽ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കക്കാർക്ക് തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഇതിലിപ്പോൾ നമ്മൾ പ്രവേശിക്കേണ്ട കാര്യമില്ല. പിന്നെ പ്രൊഡക്റ്റുകളെക്കുറിച്ചൊക്കെ അറിയാനും പ്രൊഡക്റ്റുകളുടെ ഗുണനിലവാരം മനസ്സിലാക്കുവാനും വേണ്ടി തീർച്ചയായിട്ടും അത് ഓപ്പൺ ചെയ്താലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ ആളുകളെ ആഡ് ചെയ്യുമ്പോൾ അത് കൃത്യമായി വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ്. പലരുടെയും സംശയം അതാണ്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് നോക്കാം. ഇവിടെ ഓറഞ്ച് കളറിലുള്ള മൈ ഓഫീസ് എന്ന ഭാഗത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്ന ഈ ഭാഗത്ത് നമ്മുടെ PV ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ PV എപ്പോഴും 0 ആയിരിക്കും. പലർക്കും സംശയം അതാണ്, ഇന്ന് 0 ആൾക്കാരെ ജോയിൻ ചെയ്തു എന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും PV പോയിൻ്റ് വാല്യൂ ഉണ്ടാവില്ല. അവർ പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് PV ലഭിക്കുകയുള്ളൂ. രണ്ട് തരം PVയും ഡിസ്പ്ലേ ചെയ്യപ്പെടും നമ്മൾ ബിസിനസ് ആരംഭിക്കുമ്പോൾ. ഇപ്പോൾ ഉദാഹരണം, മേളിൽ മൈ ടോട്ടൽ PV 0 PV ആണ്. നമ്മുടെ ഐഡിയിൽ കൂടി ഒരു പർച്ചേസ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ അത് മാറി എത്രയാണോ ആ പ്രൊഡക്റ്റിൻ്റെ PV അതവിടെ തെളിയും. അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ PVയും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ആളുകൾ പർച്ചേസ് ചെയ്യുകയോ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ ബിസിനസ് ആരംഭിക്കുമ്പോൾ അത് തെളിയും. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും താഴെ ഇടതുവശത്തായിട്ട് മൈ ഓഫീസ് എന്ന ഓറഞ്ച് കളറുള്ള വീടിൻ്റെ ഭാഗത്ത് നിന്ന് തൊട്ടടുത്ത് കാണുന്ന ലൈനേജ് എന്ന ഭാഗത്ത് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് ട്രീ കളയും. ആദ്യം വരുന്ന അത് അങ്ങ് ഹാഷ് ചെയ്ത് കളയുക. ഇതാ നമ്മളുടെ ആരാണോ ഈ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് കയറിയത് അവരുടെ ആദ്യത്തെ പേര് ഡീറ്റെയിൽസ് തരും, ഇതിനകത്ത് കാണാം. പിന്നീട് നമ്മൾ സ്വല്പം ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ താഴെയുള്ള ലെഫ്റ്റിലെയും റൈറ്റിലെയും ആൾക്കാരുടെ പേര് വിവരവും അവരാരെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കിട്ടും. ഇനിയും അതിനുശേഷം മാനേജ് മൈ സബ് മെമ്പേഴ്സ് എന്ന ഭാഗത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ആളുടെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ഗ്രൂപ്പിലും കൂടി 392 പേര് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. 100 ലെവലുള്ള ഒരു ഉള്ളവരുടെ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അങ്ങനെ ഓരോ സൈഡിലെ ആൾക്കാരുടെയും കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നിന്നും കൂടുതലായി കിട്ടേണ്ട കാര്യങ്ങൾ. ബാക്കി മറ്റു കാര്യങ്ങൾ നമ്മൾ ബിസിനസ് ആരംഭിക്കുമ്പോൾ മാത്രം മനസ്സിലാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പലർക്കും സംശയം തോന്നി നിരന്തരം വിളിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ഈ വീഡിയോ ആയിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്തത്. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറായി